റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 335-ാമത്തെ എപ്പിസോഡ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര താളുകളിൽ എഴുതപ്പെട്ട നാമമാണ് മഹാനായ സ്വഹാബി വര്യർ ഉക്കാഷ റളിയല്ലാഹു അൻഹു. ബദറിൽ പങ്കെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ജീവിതകാലത്ത് തന്നെ സ്വർഗം നേടിയെടുത്ത സ്വഹാബി വര്യർ. അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന പറങ്കിപ്പേട്ടയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് മഹാനായ ഉക്കാഷ റളിയല്ലാഹു അൻഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കാനുള്ള ഓഫർ നേടിയെടുത്ത സ്വഹാബിയാണ് ഉക്കാഷ റളിയല്ലാഹു അൻഹു. ആ ഉക്കാഷ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന പറങ്കിപ്പേട്ടയിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. ഇപ്പോൾ മഹാനായ സ്വഹാബി വര്യർ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു ചെന്നൈയിലെ കോവളത്തുള്ള അവരുടെ മഖ്ബറയിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോവളത്തെ മക്കാമിലേക്കുള്ള റൂട്ടുകളും കാര്യങ്ങളൊക്കെ തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ സിയാറത്ത് കഴിഞ്ഞ് ബസ്സിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ താമ്പരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെ നിന്ന് നമ്മൾ ട്രെയിൻ വഴിയാണ് പറങ്കിപ്പേട്ടയിലേക്ക് യാത്ര തിരിക്കുന്നത്. അങ്ങനെ താമ്പരം റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കൊക്കെ ഉള്ള ഓവർ ബ്രിഡ്ജുകളാണ് ഈ കാണുന്നത്. കോവളത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഇവിടെ ട്രെയിൻ ഇറങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് നേരിട്ടിട്ട് കോവളം ദർഗയുടെ ഭാഗത്തേക്ക് ബസ് കിട്ടും. 35 രൂപയാണ് ബസ്സിന് ചാർജ് വരുന്നത്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് 35 രൂപയാണ് ചാർജ് ആയത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് ട്രെയിനിനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ട്രെയിനിനുള്ള ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 30 രൂപയാണ്. വില്ലുപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അവിടെ എത്തിയതിന് ശേഷം അവിടുന്ന് നമ്മൾ വേറെ ടിക്കറ്റ് എടുത്ത് മറ്റൊരു വണ്ടിക്കാണ് പറങ്കിപ്പേട്ടയിലേക്ക് പോവുക. താമ്പരം സ്റ്റേഷൻ്റെ മുകൾ ഭാഗത്തിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പറങ്കിപ്പേട്ടയിലേക്ക് വരേണ്ട റൂട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അങ്ങനെ നമുക്ക് പോകാനുള്ള തമ്പരം വില്ലുപുരം മെമു ട്രെയിൻ അതാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നമ്മൾ വില്ലുപുരം എത്തും. താമ്പരത്തിൽ നിന്ന് പറങ്കിപ്പേട്ടയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വില്ലുപുരം ചെന്ന് അവിടുന്ന് മറ്റൊരു ട്രെയിനിന് മാറിക്കയറുന്നത്. ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് പറങ്കിപ്പേട്ടയിലേക്ക് വരേണ്ടവർ നമ്മളെ വടക്കൻ കേരളത്തിൽ നിന്നും മറ്റൊക്കെ വരുന്ന ആളുകൾക്ക് ആദ്യം എത്തേണ്ടത് തിരുച്ചിറപ്പള്ളിയിലേക്കാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് മയിലാടുംതുറയിലേക്ക് ട്രെയിൻ കയറണം. ഒരുപാട് ട്രെയിനുകൾ ആ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. മയിലാടുംതുറയിൽ നിന്നാണ് നമുക്ക് പറങ്കിപ്പേട്ടയിലേക്കുള്ള ട്രെയിൻ കിട്ടുക. അതുപോലെ കോയമ്പത്തൂർ, സേലം എന്നീ സ്ഥലങ്ങളിൽ വന്നാലും നമുക്ക് മയിലാടുംതുറയിലേക്ക് ട്രെയിൻ കിട്ടും. പക്ഷേ ട്രെയിൻ വളരെ കുറവാണ്. സേലത്തിൽ നിന്ന് 3 ട്രെയിനും കോയമ്പത്തൂരിൽ നിന്ന് 1 ട്രെയിനുമാണുള്ളത്. തിരുച്ചിറപ്പള്ളി എത്തിയാൽ നമുക്ക് ഒരുപാട് ട്രെയിൻ കിട്ടും. ഇനി നാഗൂർ ഷെരീഫിലെത്തിയ ആളുകൾക്ക് ഇവിടേക്ക് വരാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് പുറപ്പെടുന്നൊരു ട്രെയിനുണ്ട്. അത് രാവിലെ തന്നെ 8:15 ആകുമ്പോഴേക്ക് പറങ്കിപ്പേട്ടെത്തും. അങ്ങനെ നിങ്ങൾക്ക് വരാവുന്നതുമാണ്. അങ്ങനെ താമ്പരത്ത് നിന്ന് 9:45 പുറപ്പെട്ട് 1 മണിയോടുകൂടി നമ്മൾ വില്ലുപുരം എത്തിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് നമ്മൾ 2:45 ട്രെയിനാണ് പറങ്കിപ്പേട്ടയിലേക്ക് പുറപ്പെടുന്നത്. അതിനു മുമ്പ് നിസ്കാരം, ഭക്ഷണം, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നിർവഹിക്കണം. അങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് വില്ലുപുരം ടൗൺ. ഇവിടെ നമുക്ക് നിസ്കാരം, ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ ഇവിടുന്ന് ട്രെയിൻ കയറി 2:45 തന്നെ ട്രെയിന് പുറപ്പെട്ടിട്ടുണ്ട്. ഇത് വില്ലുപുരം മയിലാടുംതുറൈ മെമു ട്രെയിനാണ്. 4:15 ഈ ട്രെയിൻ പറങ്കിപ്പേട്ട എത്തും. ഒരാൾക്ക് ചാർജ് വന്നത് 20 രൂപയാണ് ഇതിന് ചാർജായത്. അങ്ങനെ നമ്മൾ പറങ്കിപ്പേട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ റസ VPR എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ ഇതുപോലെ ഒരുപാട് മക്കാമുകൾ കേരളത്തിന് അകത്തും പുറത്തും ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലുള്ള നിരവധി മക്കാമുകളെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്.
നിങ്ങളിതൊക്കെ കാണുമ്പോൾ അത് പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്യുക, പറ്റുന്നവരൊക്കെ സിയാറത്ത് ചെയ്യുക. അവിടങ്ങളിലൊക്കെ എത്തുമ്പോൾ പ്രത്യേകം ദുആകളിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ അത് അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പറങ്കിപ്പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ബസ്സിന് പോകണം. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറങ്കിപ്പേട്ട എന്നത് ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ധാരാളം മക്ബറകളുണ്ട്. 30-ലധികം മക്ബറകൾ ഈ ഒരു ടൗണിൻ്റെ പല പ്രദേശങ്ങളായിട്ടുണ്ട് തന്നെയാണ് ഇവിടുത്തെ ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ധാരാളം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പുണ്യഭൂമിക എന്ന് തന്നെ പറയാം നമുക്ക് പറങ്കിപ്പേട്ടയെക്കുറിച്ച്. നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ബസ് കയറണം. അങ്ങനെ ഒരു ബസ് വരുന്നുണ്ട്. ഇതിന് നമ്മൾ കയറി നേരെ പോകേണ്ടത് ബസ് സ്റ്റാൻഡിലേക്കാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നമുക്ക് അല്പദൂരം നടക്കാനുള്ളൂ ഉക്കാശ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയിലേക്ക്. അപ്പോൾ നമുക്ക് ഈ ബസ്സിന് ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ബസ് കയറി ഒരാൾക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ചാർജ് 8 രൂപയാണ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നടന്നിട്ടാണ് മക്കാമിലേക്ക് പോകുന്നത്. നമുക്ക് ഇതുവരെ ഇവിടെ എത്താൻ ടോട്ടൽ വന്നത് 93 രൂപയാണ്. കോവളം ടു താമ്പരം 35, താമ്പരത്തു നിന്ന് വില്ലുപുരം ട്രെയിനിന് 30, വില്ലുപുരത്തു നിന്ന് പറങ്കിപ്പേട്ടയിലേക്ക് ട്രെയിൻ 20, ഇവിടേക്ക് 8 രൂപ. അങ്ങനെ മൊത്തം 93 രൂപയായി. അങ്ങനെ ഇതാ നമ്മൾ മഹാനായ ഉക്കാശ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയുടെ സമീപത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗേറ്റാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. മഹാനായ ഉക്കാശ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. മാത്രമല്ല ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു ഓഫർ പ്രഖ്യാപിച്ചപ്പോൾ ഉടനെ അത് നേടിയെടുത്ത ഒരു സ്വഹാബി കൂടിയാണ് ബഹുമാനപ്പെട്ട ഉക്കാശ റളിയല്ലാഹു അൻഹു. ഉക്കാശ റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയൊരു അറിയപ്പെട്ട ചരിത്രമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിനോട് അടുത്ത സമയത്ത് ആർക്കെങ്കിലും എന്നോട് പ്രതികാരം ചെയ്യാനുണ്ടെങ്കിൽ പ്രതികാരം ചെയ്യണമെന്നുള്ള ഒരു അറിയിപ്പ് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തപ്പോൾ ഉക്കാശ റളിയല്ലാഹു അൻഹു വന്ന് നബി തങ്ങളോട് പ്രതികാരം വീട്ടണമെന്ന് പറഞ്ഞ് ഒരു യുദ്ധവേളയിൽ തന്നെ തൻ്റെ വയറ്റത്തടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രതികാരത്തിനൊരുങ്ങുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഷർട്ടില്ലാത്ത മേനിയിലുള്ള പ്രതികാരത്തിന് വേണ്ടി മുതിർന്ന് സ്വഹാബത്ത് മുഴുവനും അത്ഭുതപ്പെട്ടു. പലരും രോഷകുലരായി. ആ സമയത്ത് ഉക്കാശ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളുടെ വയറ്റിൽ വന്ന് ചുംബിച്ചിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു, നബിയെ, എങ്ങനെയാണ് അങ്ങയോട് എനിക്ക് പ്രതികാരം ചെയ്യാൻ കഴിയുക? അങ്ങയുടെ ഈ ശരീരത്തിൽ എൻ്റെ മുഖമൊന്ന് അമർത്തി വെച്ച് എനിക്ക് സ്വർഗം നേടാനാണ് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞ് ആ ഒരു വലിയ സംഭവം ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അത്രയും വലിയൊരു ചരിത്രമാണത്. അങ്ങനെ സ്വർഗം നേടിയെടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ മഹബത്ത് വെച്ച സ്വഹാബിയായിരുന്നു ഉക്കാശ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവിടെയാണ് ബഹുമാനപ്പെട്ടവരുടെ മഖ്ബർ ഉള്ളത്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ ഇവിടെ വരാൻ പറ്റുന്നവരൊക്കെ വരിക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇനി നാഗൂറിലേക്കാണ് പോകുന്നത്. അവിടെ മറ്റു പല മഖ്ബറകളും നമുക്ക് സിയാറത്ത് ചെയ്യാനുണ്ട്. മഞ്ഞക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനുണ്ട്. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.